ഹായ്, യുവർ ചോയ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഏത് ബ്രാ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ഡ്രസ്സിന് ഏതൊക്കെ ബ്രാ വേണം എന്നത് കറക്റ്റ് വ്യക്തമാക്കി തരാനുള്ളൊരു വീഡിയോസാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഞാൻ മനസ്സറിഞ്ഞ് നന്ദി പറയുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. നല്ലൊരു ഷേപ്പ് ആയിട്ടുള്ള ഒരു ബ്രായ നമുക്ക് വേണ്ടത് എന്നാണ് ഉള്ളതെങ്കിൽ ഈ ബ്രാ സെലക്ട് ചെയ്യുക. ഇത് നമ്മൾ സാരിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയോട് യൂസ് ചെയ്യാൻ പറ്റിയ ബ്രായാണ്. ഈ ഭാഗം ട്രിപ്പിൾ ലെയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പുഷ് ചെയ്ത് നല്ല സപ്പോർട്ടോടുകൂടി ഈ ബ്രാ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടീഷർട്ട് ബ്രായ വേണ്ടത് എങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ബ്രാ ഈ ബ്രാ വാങ്ങിക്കും. ഇതാണ് ടീഷർട്ട് ബ്രാ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നടുവിൽ സ്റ്റിച്ചില്ല, കണ്ട. അപ്പോൾ ടീഷർട്ടെല്ലാം യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ബ്രാ. പക്ഷേ സൈഡ് നല്ല സപ്പോർട്ടും കിട്ടും. അതിനാണ് സൈഡ് സ്റ്റിച്ച് ബ്രാ. അപ്പോൾ ടീഷർട്ടും ഗൗണൊക്കെ യൂസ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബ്രായാണ്. സൈഡ് നല്ല സപ്പോർട്ടായിട്ട് ഷേപ്പായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഈ സൈഡ് സപ്പോർട്ട് കൊടുക്കുന്നത്. ഓക്കെ, കുറച്ച് കൂടുതൽ ബ്രസ്റ്റ് ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബ്രായാണ് ഈ ബ്രാ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നടുവിൽ ലൈനുമില്ല, പക്ഷേ മൊത്തം കവറേജ് ടൈപ്പാണ്. കപ്പ് വലിയ സൈസ്, കുറച്ച് ഹെവി ബ്രസ്റ്റ് ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബ്രായാണ്. ഇതിൻ്റെ പ്രത്യേകത സൈഡ് നല്ല വീതിയുണ്ട്, 4 ഹുക്കുമാണ്. പിന്നെ ഈ ഫ്രണ്ട് ഭാഗം മൊത്തം കവറേജാണ്. ഇതാണ് ഫുൾ കവറേജ് ബ്രാ വരുന്നത്. ഇത് തന്നെ കോട്ടണിൽ വരുന്ന ബ്രായാണ് ഇതും ഫുൾ കവറേജ് ബ്രായാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകതയോ ഫ്രണ്ടിൽ നല്ല ഫുൾ കവറിങ് ആണ്. ഹെവി ബ്രസ്റ്റ് ഉള്ളവർക്കെല്ലാം സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, കാരണം അത്രയും മൊത്തം കവറേജ് ബ്രായാണ്. പിന്നെ സൈഡ് ബോൾ പോലെ വരുന്നതെല്ലാം നല്ല കവറിങ് ആയിട്ട് നല്ല വീതിയുള്ളത് കൊണ്ട് തന്നെ നല്ല ഷേപ്പ് കിട്ടുകയും ചെയ്യും. 4 ഹുക്കാണ്. സ്ട്രാപ്പ് നല്ല വീതി സ്ട്രാപ്പാണ്. ഇത് വരുന്നത് ഇതേപോലെയാണ്. അപ്പം നല്ല ഹെവി ബ്രസ്റ്റ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സൂപ്പർ കവറേജ് ബ്രായാണ് ഇത്. അപ്പോൾ ഓരോ ബ്രാ വാങ്ങിക്കുമ്പോഴും നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് എന്താണോ ആവശ്യം ആ രീതിയിലുള്ള ബ്രാ യൂസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, താങ്ക് യു.